ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ആലപ്പുഴ മാരാരിക്കുളത്ത് തീരദേശവാസികൾക്ക് വഴി തുറക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ അനുമതി പത്രം ഒപ്പിട്ട് നൽകുമെന്ന് കമ്പനി അധികൃതർ. പി ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ റിസോർട്ട് അധികൃതരുമായി നടന്ന ചർച്ച വിജയം. 3 മാസത്തിനുള്ളിൽ റോഡ് നിർമ്മിച്ചു നൽകുമെന്ന് MLA. പുലർച്ചെ 4 മണിക്ക് ഡിസ്ചാർജ് വാങ്ങി ആശുപത്രി വിട്ട ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് സ്വന്തം വാഹനത്തിൽ. സമാന്തര അന്വേഷണം ആരംഭിച്ച റെയിൽവേ. ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. പാലക്കാട് പി സരിന്റെ പേര് നിർദ്ദേശിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. ആലത്തൂരിൽ വി പൊന്നുകുട്ടനും നെന്മാറയിൽ കെ പ്രേമനും പരിഗണനയിൽ. തൃത്താലയിൽ MP രാജേഷ് തുടരും. തിരുവമ്പാടി പട്ടാമ്പി സീറ്റുകളും ചടയമംഗലം പുനലൂർ സീറ്റുകളും വെച്ചുമാറാൻ കോൺഗ്രസ് ലീഗ് ധാരണ. RSPയിൽ ഇരവിപുരം തർക്കം തുടരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാർച്ച് 5-ന് കേരളത്തിൽ. ഡൽഹി മദ്യ അഴിമതിയിൽ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയ്ക്കും ആശ്വാസം. ഇരുവരെയും പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഡൽഹി റോസ് അവന്യൂ കോടതി. തെളിവുകളില്ലാത്ത കേസിൽ പെടുത്തിയത് എന്തിനെന്ന് CBIയോട് കോടതി. വിധി കേട്ട് പൊട്ടിക്കരഞ്ഞ് കെജ്രിവാൾ. 24 घंटे टीवी चैनलों के ऊपर डिबेट चलते थे, खबरें दिखाई जाती थी केजरीवाल भ्रष्ट है, केजरीवाल भ्रष्ट है। अरे ഗൂഢാലോചന നടത്തിയത് അമിത്ഷായും മോദിയും എന്ന ആരോപണം. ഉത്തരവിനെതിരെ CBI ഹൈക്കോടതിയിലേക്ക്. ഡാറ്റ ചോർച്ചയിൽ ഗുരുതര ആരോപണവുമായി രമേശ് ചെന്നിത്തല. ഡാറ്റ സ്വകാര്യ ഏജൻസിക്ക് കൈമാറി. സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ സ്ത്രീകളുടെ വിവരങ്ങളും ചോർന്നു. മുഖ്യമന്ത്രിയുടെ OSD ഗുരുതര ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനം നടത്തിയെന്നും ചെന്നിത്തല. കേരള സ്റ്റോറി 2-വിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അല്പസമയത്തിനകം വിധി പറയും. പരിഗണിക്കുന്നത് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ നൽകിയ അപ്പീൽ. സ്റ്റേ മറികടന്ന് ബുക്കിംഗ് ആരംഭിച്ച് അണിയറക്കാർ. മുംബൈയിലും ബംഗാളിലും ടിക്കറ്റ് വിറ്റു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ KS ബൈജുവും പുറത്തേക്ക്. മുൻ തിരുവാഭരണ കമ്മീഷണർക്ക് ദ്വാരപാലക ശില്പക്കേസിലും ജാമ്യം. കൊടിമര നിർമ്മാണത്തിൽ മോഹൻലാലിന്റെയും ദിലീപിന്റെയും മൊഴിയെടുത്തു. സ്വർണം നൽകിയിരുന്നതായി ഇരുവരും സമ്മതിച്ചു. അഫ്ഗാനിസ്ഥാനുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. നീക്കം കാബൂളിലും കാണ്ഡഹാറിലും വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ. പാകിസ്ഥാന്റെ 55 സൈനികരെ വധിച്ചെന്ന് താലിബാൻ. യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ട് സൗദിയും ഇറാനും. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ വിസ്മയം തുടരുന്നു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O പനീർശെൽവം DMKയിൽ ചേർന്നു. MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. തേനിയിൽ മത്സരിക്കും. തേനിയിൽ വളർത്തുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. മെഡിക്കൽ കോളേജ് ചികിത്സയിലിരിക്കെ മരിച്ചത് അയ്യങ്കാളി നഗർ സ്വദേശി രാജൻ. പോത്തിന്റെ ഉടമയ്ക്കെതിരെ കേസ്. ആറളം ഫാമിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു.